ഈ കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് നല്ല സൽപ്പേരാണ് ഉണ്ടായിരുന്നത്. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ആ പഴയ പ്രതിച്ഛായ ഇപ്പോഴും ഉണ്ടോ എന്ന് അന്വേഷണ സംഘം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് അടുത്തപ്പോഴേ, പോളിംഗിന്റെ സമയമായപ്പോഴേക്കും ഈ അന്വേഷണത്തിന്റെ വേഗത പെട്ടെന്ന് കുറഞ്ഞു പോയത്, കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായിട്ട് ചോദ്യം ചെയ്തത്, 3 ദിവസം അത് രഹസ്യമായി സൂക്ഷിച്ചത്, ഇതെല്ലാം പോരാഞ്ഞ് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെ ഈ അന്വേഷണ സംഘത്തിലെടുത്തിരിക്കുക. അവരാരാ? കേരളത്തിലെ പോലീസിലെ ഏറ്റവും അറിയപ്പെടുന്ന 2 CPM-ന്റെ സഹയാത്രികരാ. അവരെ ആരാണ് നിർദ്ദേശിച്ചത്? പോലീസിലെ CPM ബന്ധമുള്ള മറ്റൊരു ഉന്നതൻ നിർദ്ദേശിച്ചു. അത് ഹൈക്കോടതിയോട് പറഞ്ഞപ്പോൾ ഹൈക്കോടതി സമ്മതിച്ചു. കോടതി ഇവരുടെ പുരാവർത്തനമൊന്നും അന്വേഷിക്കാൻ പോയില്ല, അതിന് സമ്മതിച്ചു. ഇപ്പോ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നപ്പോ കാര്യങ്ങൾ വ്യക്തമായിരിക്കുക. പ്രതിപക്ഷം നേരത്തെ തന്നെ പറഞ്ഞു 2 IPS ഉദ്യോഗസ്ഥന്മാര് അന്വേഷണത്തിൽ ഇടപെടുന്നുണ്ട്, സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചിലരുടെ ബന്ധുക്കളാണെന്നാണ് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. അങ്ങനെ 2 IPSകാരെ കുറിച്ച് സംശയം നിൽക്കുമ്പോഴാണ് അന്വേഷണ സംഘത്തിലേക്ക് 2 CPM ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റുന്നത്.